ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ രീതിയാണ് ഹിജാമ. ശരീരത്തിൽ നിന്ന് അശുദ്ധ രക്തവും നീരും പുറത്തു കളയുന്ന ചികിത്സാ രീതിയാണ് ഇത്. യുനാനി വൈദ്യശാസ്ത്രത്തിലെ റെജിമെന്റൽ തെറാപ്പിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് ഹിജാമ. പ്രവാചകന് 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ് തന്നെയാണ് യുനാനി വൈദ്യശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തെ അതേപടി പിന്തുടരുന്ന ഒരേയൊരു വൈദ്യശാസ്ത്രമാണ് യുനാനി. അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായ കിതാബുൽ ഫസദ് വൽ ഹിജാമയാണ് ഹിജാമയെക്കുറിച്ചുള്ള ആധികാരികമായ ഗ്രന്ഥം. ഹിജാമയുടെ ഗുണങ്ങൾ. ഹിജാമയിലൂടെ സന്ധികളിലെ വേദനയുടെ പ്രധാന കാരണമായ നീരും അശുദ്ധ രക്തവും വളരെ വേഗത്തിലും ഫലപ്രദമായും നീക്കം ചെയ്ത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. കഴുത്തുവേദന, കൈവേദന, നടുവേദന, ഡിസ്ക് കംപ്ലൈന്റ്, മുട്ടുവേദന, മുട്ടുമടക്കാനുള്ള പ്രയാസം, ഉപ്പൂറ്റിവേദന എന്നീ വേദനകൾക്ക് ഹിജാമയിലൂടെ പരിപൂർണ ആശ്വാസം. സന്ധിവാതം, യൂറിക് ആസിഡ് കംപ്ലൈന്റ്, കൈകാൽ തരിപ്പ്, കടച്ചിൽ, രക്തദൂഷ്യം കൊണ്ട് ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളായ എക്സിമ, സോറിയാസിസ്, തലവേദന, മൈഗ്രെയിൻ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ശരീരക്ഷീണം, അലസത എന്നിവയ്ക്ക് പരിപൂർണ ആശ്വാസം. കൂടാതെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. പ്രവാചകൻ ഹിജാമയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. നിങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹിജാമ ചെയ്യലാണ് എന്ന് പ്രവാചകൻ അരുളിയതായി പറയുന്നു. ഹിജാമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഹിജാമ തെറാപ്പി, നത്തൂൻ, ലിച്ച് ഇൻകിസാബ് ഉൾപ്പെടെയുള്ള റെജിമെന്റൽ തെറാപ്പിയിൽ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിനിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയ പ്രശസ്ത റെജിമെന്റൽ സ്പെഷ്യലിസ്റ്റും വെൽനസ് യുനാനി ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടിംഗ് ഫിസിഷ്യനുമായ ഡോക്ടർ സയ്യിദ് മുഹസിൻ സംസാരിക്കുന്നു.